ന്യായാധിപന്മാർ അദ്ധ്യായം 3. കനാനിലെ യുദ്ധങ്ങളൊന്നും അറിഞ്ഞിട്ടില്ലാത്ത ഇസ്രായേലിനെ പരീക്ഷിക്കേണ്ടതിന് യുദ്ധം അറിഞ്ഞിട്ടില്ലാത്ത ഇസ്രായേൽ മക്കളുടെ തലമുറകളെ യുദ്ധം അഭ്യസിപ്പിക്കേണ്ടതിനുമായി ദൈവം നിശ്ചയിച്ച ജാതികൾ ഫിലിസ്ത്യരുടെ 5 ദുഷ്പ്രഭുക്കന്മാരും എല്ലാ കനാന്യരും സീദോന്യരും ബാൽ ഹെർമോൻ പർവ്വതം മുതൽ ഹമാത്തിലേക്കുള്ള പ്രവേശനം വരെ ലെബനാനോൻ പർവ്വതത്തിൽ നിന്ന് പാർത്തിരുന്ന ഹിവ്യരും തന്നെ. മോശെ മുഖാന്തരം കർത്താവ് അവരുടെ പിതാക്കന്മാരോട് കൽപ്പിച്ച കൽപ്പനകൾ അനുസരിക്കുമോ എന്ന് അവരെ കൊണ്ട് ഇസ്രായേലിനെ പരീക്ഷിച്ചറിയുവാൻ ആയിരുന്നു ഇവരെ വച്ചിരുന്നത്. കനാന്യർ, ഹിത്യർ, അമോര്യർ, പെരിസ്യർ, ഹിവ്യർ, യെബൂസ്യർ എന്നിവരുടെ ഇടയിൽ ഇസ്രായേൽ മക്കൾ വസിച്ചിരുന്നു. അവരുടെ പുത്രിമാരെ തങ്ങൾക്ക് ഭാര്യമാരായി എടുക്കുകയും തങ്ങളുടെ പുത്രിമാരെ അവരുടെ പുത്രന്മാർക്ക് കൊടുക്കുകയും അവരുടെ ദേവന്മാരെ ആരാധിക്കുകയും ചെയ്തു. ഇങ്ങനെ ഇസ്രായേൽ കർത്താവിന് ഇഷ്ടമായുള്ളത് ചെയ്തു. തങ്ങളുടെ ദേവന്മാരായ കർത്താവിനെ മറന്നു ബാൽ വിഗ്രഹങ്ങളെയും അശേര പ്രതിഷ്ഠകളെയും സേവിച്ചു. അതുകൊണ്ട് ദൈവകോപം ഇസ്രായേലിന്റെ നേരെ ജ്വലിച്ചു. അവൻ അവരെ മെസൊപ്പൊത്താമ്യയിലെ ഒരു രാജാവായ അനീതിക്കാരനായ കൂശന് വിറ്റുകളഞ്ഞു. ഇസ്രായേല്യർ അവനെ 8 സംവത്സരം സേവിച്ചു. എന്നാൽ ഇസ്രായേല്യർ ദൈവത്തോട് നിലവിളിച്ചപ്പോൾ ദൈവം കാലേബിന്റെ അനുജനായ കെനസിന്റെ മകൻ ഒത്നീയേലിനെ ഇസ്രായേൽ മക്കൾക്ക് രക്ഷകനായി എഴുന്നേൽപ്പിച്ചു. അവൻ അവരെ രക്ഷിച്ചു. അവന്റെ മേൽ ദൈവത്തിന്റെ കൈ ഉണ്ടായിരുന്നു. അവൻ ഇസ്രായേലിന് ന്യായാധിപനായി യുദ്ധത്തിന് പുറപ്പെട്ടപ്പോൾ ദൈവം മെസൊപ്പൊത്താമ്യയിലെ രാജാവായ അനീതിക്കാരൻ കൂശിനെ അവന്റെ കയ്യിൽ ഏൽപ്പിച്ചു. അവൻ കൂശിനെ ജയിച്ചു. ദേശത്തിന് 40 സംവത്സരം സ്വസ്ഥത ഉണ്ടായി. കെനസിന്റെ മകനായ ഒത്നീയേൽ മരിച്ച ശേഷം ഇസ്രായേൽ മക്കൾ വീണ്ടും കർത്താവിന് അനിഷ്ടമായുള്ളത് ചെയ്തു. അവർ തനിക്ക് അനിഷ്ടമായുള്ളത് ചെയ്യുക കൊണ്ട് മോവാബ് രാജാവായ എഗ്ലോനെ ഇസ്രായേലിന് വിരോധമായി ബലപ്പെടുത്തി. അവൻ അമോര്യരെയും അമാലേക്കിനെയും കൂട്ടിക്കൊണ്ടുവന്ന് ഇസ്രായേലിനെ തോൽപ്പിച്ചു. അവർ ഈന്ത പട്ടണവും കൈവശമാക്കി. അങ്ങനെ ഇസ്രായേൽ മക്കൾ മോവാബ് രാജാവായ എഗ്ലോനെ 18 സംവത്സരം സേവിച്ചു. ഇസ്രായേൽ മക്കൾ ദൈവത്തോട് നിലവിളിച്ചപ്പോൾ താൻ അവർക്ക് ബെന്യാമിനായ ഗേരയുടെ മകനായി വലങ്കൈ സ്വാധീനമില്ലാതിരുന്ന യേഹൂറിനെ രക്ഷകനായി എഴുന്നേൽപ്പിച്ചു. അവന്റെ കൈവശം ഇസ്രായേൽ മക്കൾ മോവാബ് രാജാവായ എഗ്ലോന് കാഴ്ച കൊടുത്തയച്ചു. എന്നാൽ 2 വായ്ത്തലയും 1 മുഴം നീളമുള്ള ഒരു വാളുണ്ടാക്കി അത് വസ്ത്രത്തിന്റെ ഉള്ളിൽ വലത്തെ തുടയ്ക്ക് കെട്ടി. അവൻ മോവാബ് രാജാവായ എഗ്ലോന്റെ അടുക്കൽ കാഴ്ച കൊണ്ടു ചെന്നു. എഗ്ലോൻ ഏറ്റവും സ്തൂലിച്ചവൻ ആയിരുന്നു. കാഴ്ച വെച്ച് കഴിഞ്ഞ ശേഷം കാഴ്ച ചുമന്നു കൊണ്ടുവന്നവരെ അവൻ അയച്ചു കളഞ്ഞു. എന്നാൽ അവൻ ഗിൽഗാലിനരികെയുള്ള വിഗ്രഹങ്ങളുടെ അടുക്കൽ നിന്ന് മടങ്ങിച്ചെന്നു, രാജാവേ, എനിക്ക് നിന്നോട് മാത്രമായി ഒരു സ്വകാര്യം പറയുവാനുണ്ടെന്ന് പറഞ്ഞു. എല്ലാവരും പുറത്തു പോകൂ എന്ന് അവൻ പറഞ്ഞു. ഉടനെ അടുക്കൽ നിന്നിരുന്ന എല്ലാവരും അവനെ വിട്ടു പുറത്തുപോയി. യേഹൂർ അടുത്തു ചെന്ന്
അവൻ തൻ്റെ ഗ്രീഷ്മ മാളികയിൽ തനിച്ചിരിക്കുകയായിരുന്നു. എനിക്ക് ദൈവത്തിൻ്റെ അരുളപ്പാട് അറിയിപ്പാനുണ്ട് എന്ന് യേഹൂർ പറഞ്ഞു. ഉടനെ അവൻ പീഠത്തിൽ നിന്ന് എഴുന്നേറ്റ് യേഹൂർ ഇടംകൈ നീട്ടി വലത്തെ തുടയിൽ നിന്ന് വാളൂരി അവന്റെ വയറ്റിൽ കുത്തിക്കടത്തി അലകോടുകൂടെ പിടിയും അകത്തു ചെന്നു. അവന്റെ വയറ്റിൽ നിന്ന് വാൾ അവൻ വലിച്ചെടുക്കായകയാൽ മേധസ് അലകിന്മേൽ പോതിഞ്ഞടഞ്ഞു. പിന്നെ യേഹൂർ ഭൂമുഖത്ത് ഇറങ്ങി മാളികയുടെ വാതിൽ അടച്ചു പൂട്ടി. അവൻ പുറത്ത് ഇറങ്ങിയ ശേഷം എഗ്ലോന്റെ വൃദ്ധന്മാർ വന്നു. അവർ നോക്കി മാളികയുടെ വാതിൽ പൂട്ടിയിരിക്കുന്നത് കണ്ടപ്പോൾ അവൻ ഗ്രീഷ്മഗൃഹത്തിൽ വിസർജനത്തിന് ഇരിക്കയായിരിക്കും എന്ന് അവർ പറഞ്ഞു. അവർ കാത്തിരുന്ന് വിഷമിച്ചു. അവൻ മുറിയുടെ വാതിൽ തുറക്കായക കൊണ്ട് അവർ താക്കോലെടുത്ത് തുറന്നു. യജമാനൻ നിലത്ത് മരിച്ചു കിടക്കുന്നത് കണ്ടു. എന്നാൽ അവർ കാത്തിരുന്നതിനിടയിൽ യേഹൂർ ഓടിപ്പോയി കൽക്കനികൾ കടന്ന് സെയീരയിൽ ചെന്ന് ചേർന്നു. അവിടെ എത്തിയ ശേഷം അവൻ എഫ്രായിം പർവ്വതത്തിൽ കാഹളമൂതി. ഇസ്രായേല്യർ അവനോടുകൂടെ പർവ്വതത്തിൽ നിന്ന് ഇറങ്ങി. അവൻ അവർക്ക് നായകനായി. അവൻ അവരോട്, എൻ്റെ പിന്നാലെ വരുവിൻ, ശത്രുക്കളായ മോവാബ്യരെ ദൈവം നിങ്ങളുടെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. അവർ അവന്റെ പിന്നാലെ ഇറങ്ങിച്ചെന്ന് മോവാബിന് നേരെയുള്ള യോർദാന്റെ കടവുകൾ പിടിച്ചു. ആരെയും കടപ്പാൻ സമ്മതിച്ചില്ല. അവർ ആ സമയം മോവാബ്യരിൽ ഏകദേശം 10,000 പേരെ സംഹരിച്ചു. അവർ എല്ലാവരും ബലവാന്മാരും യുദ്ധവീരന്മാരുമായിരുന്നു. ഒരുത്തനും രക്ഷപ്പെട്ടില്ല. അങ്ങനെ ആ കാലത്ത് മോവാബ് ഇസ്രായേലിന് കീഴടങ്ങി. ദേശത്തിന് 80 സംവത്സരം സ്വസ്ഥതയുണ്ടാകുകയും ചെയ്തു. അവന്റെ ശേഷം അനാത്തിന്റെ മകനായ ശംകാർ എഴുന്നേറ്റു. അവൻ ഒരു കാളയുടെ ചാട്ട കൊണ്ട് ഫെലിസ്ത്യരിൽ 600 പേരെ കൊന്നു. അവനും ഇസ്രായേലിനെ രക്ഷിച്ചു. ദൈവമേ, സ്തുതി, നിനക്ക് യോഗ്യമാകുന്നു. പാറകുമോർ.